ശരി, ഷാബു പ്രസാദ്, അങ്ങനെ വരുമ്പോൾ ഈ ക്രൈസ്തവ നയതന്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് BJP കുറെ നാളായി കേരളത്തിൽ നടത്തുന്ന ശ്രമം അത് കേന്ദ്രത്തിന്റെ അറിവോടുകൂടി തന്നെയാണ്, കേന്ദ്ര BJP നേതൃത്വത്തിന്റെ സമ്മതത്തോടെയും അവരുടെ കൂടി സഹായത്തോടെയും കൂടിയാണ് ഈ ക്രൈസ്തവ നയതന്ത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ അതിന് തടസ്സമാകുന്ന കാര്യമല്ലേ ഇപ്പോൾ ഓർത്തഡോക്സ് ബാവ പറഞ്ഞിരിക്കുന്നത്? മഞ്ജുഷേ, പരിശുദ്ധ ബാവ പറഞ്ഞ ചില വാക്കുകൾ ഞാൻ പ്രത്യേകം നമ്മളൊന്ന് സ്ട്രെസ് ചെയ്ത് നോക്കണം. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ ക്രിസ്ത്യാനികളോട് ഉണ്ടാകുന്ന അക്രമം എന്നുള്ളതല്ല, അതായത് രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ആർക്കും നിഷേധിക്കപ്പെടരുത്. ഇതാണ് വളരെ അദ്ദേഹത്തിന്റെ താങ്കളുമായിട്ടുള്ള ആ സംഭാഷണത്തിൽ താങ്കൾ ഇങ്ങനെ കുത്തി പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എങ്കിൽ പോലും ആ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിന്റെ ക്രക്സ് എന്ന് പറയുന്നത് അതാണ്. ഇതിൽ ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ? ഈ നാട്ടിൽ നമ്മുടെ ഈ രാജ്യത്തൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഓരോ പൗരനും ആ പൗരാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നിരുത്സാഹപ്പെടുത്തണം. അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഈ നാട്ടിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണോ മഞ്ജുഷേ? പിന്നെ മറ്റൊന്ന്, ഇവിടെ ജയരാജ് പറയുന്ന കാര്യം, മുസ്ലിങ്ങളെ മുഴുവനും, അതായത് ഈ രാജ്യത്തെ 23 കോടി മുസ്ലിങ്ങളുണ്ട്, ആ മുസ്ലിങ്ങളെ മുഴുവനും അങ്ങ് തല്ലിക്കൊന്ന് കടലിലൊഴുക്കുക. അത് കഴിഞ്ഞ് ഈ രാജ്യത്തെ ഒരു 4-5 കോടി ക്രിസ്ത്യാനികളുണ്ട്, അവരെ മുഴുവനും വല്ല ആറ്റം ബോംബിട്ട് വല്ലതും കൊല്ലുക. അതിനുശേഷം ഇവിടെ ഹിന്ദുക്കൾ മാത്രമുള്ള ഒരു ഭരണം ആണ് ഇവിടെ BJP കൊണ്ടുവരാൻ പോകുന്നത് എന്ന് ആണ് അദ്ദേഹം ഇവിടെ പറയുന്നതും. ഇവർ യഥാർത്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ടാണോ ഈ പറയുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. പിന്നെ പറയാൻ പറ്റില്ല, ഇനിയിപ്പോ നാളെ എപ്പോഴാണ് ഈ ജയരാജിനെയൊക്കെ ജയരാജ് ജി എന്ന് വിളിക്കേണ്ടി വരിക നമുക്കറിയില്ല കേട്ടോ. എന്തായാലും പോട്ടെ. എന്തായാലും ഇങ്ങനെയൊക്കെ ഇതൊക്കെ നടക്കുന്ന ഒരു ബഹുസ്വര ജനാധിപത്യത്തില്, ഒരു സമൂഹത്തില് ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. പിന്നെ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന, രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടി അവർ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശ്വാസ്യത നേടാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനും ഒക്കെ ശ്രമിക്കും. അത് ചെയ്യും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വമല്ലേ അത് ചെയ്യണ്ടേ അവര്? അത് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ആ സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കുക, അവിടെ നിന്ന് പിന്തുണ നേടുക എന്നുള്ളതൊക്കെ അതിനിടയിലുള്ള പ്രചാരണം താങ്കൾക്ക് അറിയാമല്ലോ. കേക്കും വിരുന്നും കൊടുക്കാറുണ്ട് ക്രൈസ്തവ ആഘോഷങ്ങളിൽ. അപ്പോൾ അതിനെതിരെയുള്ള പ്രചാരണം LDF UDF നടത്തുന്നത് കേക്കിൽ വിഷമുണ്ടെന്നാണ്. അതുപോലെ തന്നെ വിരുന്നിന് പിന്നിൽ അതൊരു ചെന്നായ്ക്കൾ നൽകുന്നതാണ് എന്ന രീതിയിലാണല്ലോ വിമർശനം വരുന്നത്. അപ്പോൾ ഈ ബാവയുടെ ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ആ രീതിയിലേക്ക് അല്ല എന്നാണ് ഞാനത് എടുത്തു ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് LDF സർക്കാരും ഞങ്ങൾക്ക് വിരുന്ന് നൽകാറുണ്ട് എന്ന് വെച്ച് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും, അവർ ചെയ്യുന്ന എല്ലാം ഞങ്ങൾ ന്യായീകരിക്കുന്നു എന്നത് അല്ല. അങ്ങനെ നോക്കുമ്പോൾ മറ്റൊന്നു കൂടി അദ്ദേഹം പറയുന്നുണ്ട്, അവരോട് ഞങ്ങൾക്ക് വിദ്വേഷമുണ്ടെന്നും അതിന് അർത്ഥം ആക്കേണ്ടത് അല്ലല്ലോ എന്ന്. അപ്പോൾ ആ വിമർശനങ്ങളെയും തള്ളുന്നുണ്ടല്ലോ ഓർത്തഡോക്സ് സഭ. നോക്കൂ മഞ്ജുഷേ, ഇത് ഈ BJP നേതൃത്വവും ഇവരും തമ്മിൽ, നമ്മുടെ ക്രൈസ്തവ സഭകളും തമ്മിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ ഇത് ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിയതൊന്നും അല്ല. അദ്ദേഹം പരിശുദ്ധ ബാവ പറഞ്ഞല്ലോ, എത്രയോ കാലമായിട്ടുണ്ട്, എത്രയോ നാളായിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് നേരിട്ട് പേഴ്സണലായിട്ട് വി എസ് ശ്രീധരൻപിള്ള സാർ അദ്ദേഹത്തിന് പതിറ്റാണ്ടുകളായി ഈ സഭാ നേതൃത്വമായിട്ടും അവരുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധമുണ്ട്. അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്, കാണുന്നുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട് ഇവിടെ. ഇത് നിങ്ങൾ മാധ്യമങ്ങളും മറ്റുള്ളവരും ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇപ്പോഴാണെന്നുള്ളതേ ഉള്ളൂ. ഇത് കാലങ്ങളായി ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണിത്. പിന്നെ അതിൻ്റെ അകത്ത്, ആ കേക്കിൻ്റെ അകത്ത് വിഷമാണ്, അതിൻ്റെ അടി കത്തിയാണ്, തേൻ പുരട്ടിയ കത്തിയാണെന്നൊക്കെ ഇവർ പറയുന്നത് ഇവരുടെ അങ്കലാപ്പ് കൊണ്ടാണ്, ഭയം കൊണ്ടാണ്. കാര്യം തങ്ങളുടെ കാൽ കീഴിലെ മണ്ണൊലിച്ചു പോകുന്നു എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു സമുദായ നേതൃത്വമായിട്ട് സംഭാഷണം നടത്തുന്നതിന് ഇത്ര മോശമായ ഭാഷയിൽ ഇവർ പറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് പേടി എന്നാണ്. ശരി, ഡോക്ടർ ബി ജയരാജ് അങ്ങനെയാണോ? അങ്ങനെയാണല്ലോ അല്ലേ, ആ ഒരു പേടിയുള്ളത് കൊണ്ടല്ലേ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.